നമസ്കാരം, ഏവർക്കും അക്ഷയ കേരളമിലേക്ക് സ്വാഗതം. കേരള രാഷ്ട്രീയത്തിൽ പുതിയ അധ്യായത്തിന് തുടക്കമിട്ട UDF സർക്കാരിന്റെ ആദ്യ ബഡ്ജറ്റിനായി സംസ്ഥാനമൊട്ടാകെ കാത്തിരിക്കുകയാണ്. ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന പ്രഖ്യാപനങ്ങളാണോ വരാൻ പോകുന്നത്, അതോ സാമ്പത്തിക പ്രതിസന്ധി കാരണം നിയന്ത്രിത ബഡ്ജറ്റായിരിക്കുമോ? പുറത്തുവരുന്ന വിവരങ്ങൾ വലിയ പ്രതീക്ഷകൾക്ക് വഴിവെക്കുന്നതാണ്. VD സതീശന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ ആദ്യ ബഡ്ജറ്റ് ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സാധാരണക്കാരുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന പല പ്രഖ്യാപനങ്ങളും ബഡ്ജറ്റിൽ ഇടം പിടിച്ചേക്കും. അതിൽ ഏറ്റവും ശ്രദ്ധ നേടുന്നത് ക്ഷേമ പെൻഷൻ വർധനയാണ്. നിലവിൽ ലഭിക്കുന്ന തുകയിലേക്ക് കുറഞ്ഞത് 100 രൂപയെങ്കിലും വർദ്ധിപ്പിക്കാൻ സർക്കാർ ആലോചിക്കുന്നതായാണ് വിവരം. ലക്ഷക്കണക്കിന് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇത് വലിയ ആശ്വാസമാകുമെന്നാണ് പ്രതീക്ഷ. അതേസമയം സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം 58 ആക്കണമെന്ന ശുപാർശ ഇത്തവണ നടപ്പാക്കാൻ സാധ്യത വളരെ കുറവാണെന്നും സൂചനകളുണ്ട്. ജനങ്ങളിൽ പ്രതിഷേധമുണ്ടാക്കാൻ സാധ്യതയുള്ള തീരുമാനങ്ങൾ ആദ്യ ബജറ്റിൽ ഒഴിവാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും വിലയിരുത്തപ്പെടുന്നു. ജനപ്രീതി നേടുന്ന പദ്ധതികൾക്ക് മുൻഗണന നൽകാനാണ് സർക്കാർ ഒരുങ്ങുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. തിരഞ്ഞെടുപ്പ് കാലത്ത് UDF മുന്നോട്ട് വച്ച ഇന്ദിരാ ഗ്യാരണ്ടികളുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ ബഡ്ജറ്റിന്റെ പ്രധാന ആകർഷണമായേക്കും. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിൽ 25 ലക്ഷം രൂപ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിക്കണമെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സംസ്ഥാനത്തെ നിരവധി കുടുംബങ്ങൾക്ക് വലിയ സുരക്ഷയാകുന്ന പദ്ധതിയായിരിക്കും ഇത്. ഇതിനൊപ്പം കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്ന പദ്ധതിക്കും ആദ്യ ബഡ്ജറ്റിൽ അംഗീകാരം ലഭിച്ചേക്കും. സ്ത്രീ ശാക്തീകരണത്തിനും വിദ്യാഭ്യാസ മേഖലയ്ക്കും പ്രാധാന്യം നൽകുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പിലാക്കിയ സാഹചര്യത്തിൽ KSRTCക്ക് കൂടുതൽ സാമ്പത്തിക സഹായം അനുവദിക്കുമെന്നും പ്രതീക്ഷയുണ്ട്. നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന KSRTCക്ക് ഇത് വലിയ പിന്തുണയായേക്കും. സർക്കാർ ജീവനക്കാർക്കും ചില ആശ്വാസങ്ങൾ ലഭിച്ചേക്കും. ക്ഷാമബത്ത കുടിശ്ശിക വിതരണം ചെയ്യുന്നതോടൊപ്പം ഒരു ഗഡു മുൻകൂറായി നൽകുന്നതും സർക്കാർ പരിഗണിക്കുന്നതായാണ് വിവരം. എന്നാൽ ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പാക്കുമെന്ന പ്രഖ്യാപനം ഉണ്ടാവാൻ സാധ്യത കുറവാണ്. 10 വർഷത്തിലൊരിക്കൽ മാത്രം ശമ്പള പരിഷ്കരണം മതിയെന്ന നിർദ്ദേശം അംഗീകരിക്കപ്പെടുമെന്നാണ് സൂചന. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ സർക്കാർ പുതിയ വരുമാന മാർഗങ്ങൾ തേടുകയാണ്. മദ്യത്തിന്റെ വില വർദ്ധിപ്പിക്കുന്നതും ഭൂമിയുടെ ന്യായവില ഉയർത്തുന്നതും അതിന്റെ ഭാഗമായേക്കും. അതേസമയം പെട്രോൾ സെസ്സിൽ ഇളവ് ഉണ്ടാവുമെന്ന ചോദ്യത്തിനും ഈ ബജറ്റ് മറുപടി നൽകുമെന്നാണ് പ്രതീക്ഷ. വ്യവസായ മേഖലയിലും വലിയ പ്രതീക്ഷകളാണ് ഉയരുന്നത്. പുതിയ വ്യവസായ നയത്തിന് തുടക്കമിടുന്ന ബജറ്റായിരിക്കും ഇതെന്നാണ് വിലയിരുത്തൽ. അതുപോലെ ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ, IT മേഖല, ടൂറിസം, ഷിപ്പിംഗ്, വ്യോമയാനം തുടങ്ങിയ മേഖലകൾക്ക് കൂടുതൽ പിന്തുണ നൽകാൻ സർക്കാർ പദ്ധതിയിടുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. വിഴിഞ്ഞം തുറമുഖം കേന്ദ്രീകരിച്ചുള്ള വികസന പദ്ധതികളും വ്യോമയാന ഹബ്ബ് പദ്ധതിയും ബജറ്റിൽ പ്രത്യേക ശ്രദ്ധ നേടാനിടയുണ്ട്. കെട്ടിട നിർമ്മാണ മേഖലയിലും പരമ്പരാഗത വ്യവസായ മേഖലയിലും സർക്കാർ ഇടപെടൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. നിലവിൽ പ്രതിസന്ധി നേരിടുന്ന മേഖലകൾക്ക് പുതുജീവൻ നൽകാൻ പ്രത്യേക പദ്ധതികൾ പ്രഖ്യാപിക്കാനാണ് സാധ്യത. എന്നാൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വലിയ വെല്ലുവിളിയുമായി തുടരുകയാണ്. CAG റിപ്പോർട്ട് പ്രകാരം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നഷ്ടം 18,000 കോടിയിലേറെയാണ്. നിക്ഷേപകരെ ആകർഷിക്കാനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുമുള്ള നടപടിയാണ് ഇനി സർക്കാരിന് നിർണായകമാകുന്നത്. അതുകൊണ്ട് തന്നെ VD സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റ് കേരളത്തിന്റെ ഭാവിയെ നിർണയിക്കുന്ന ബജറ്റായി മാറുമോ എന്നതാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. പെൻഷൻ വർധന, ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, വിദ്യാർത്ഥിനികൾക്കുള്ള പ്രതിമാസ സഹായം, വ്യവസായ വികസനം തുടങ്ങി നിരവധി പ്രതീക്ഷകളുമായി ജനങ്ങൾ ബജറ്റിനെ കാത്തിരിക്കുകയാണ്. ഇനി ഈ ബജറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ഏത് പ്രഖ്യാപനമാണ്? നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കൂ. കൂടുതൽ പ്രധാന വാർത്തകളും സർക്കാർ പദ്ധതികളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.